യെസ്, ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ താങ്കൾ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള ആചാര ലംഘനം ശബരിമലയിൽ നടന്നപ്പോൾ അത് തെറ്റ് തന്നെയാണെന്ന് താങ്കൾ പറയുകയുണ്ടായി, തുറന്ന് സമ്മതിക്കുകയുണ്ടായി. അത് സ്വാഗതാർഹമായ കാര്യമാണ്. ഒരു പക്ഷേ ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് താങ്കൾ അത് സമ്മതിച്ചത്. മാത്രമല്ല, ജനം TV ദൃശ്യങ്ങൾ സഹിതമാണ് ആ വാർത്ത പുറത്തുവിട്ടത്. കാരണം സമ്മതിക്കാതെ തരമില്ല, കാരണം എല്ലാവരും അത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ആചാര ലംഘനങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഇടപെടൽ ഉണ്ടാകുന്നു? ഈ ആചാര ലംഘനങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നിരന്തര ഇടപെടലാണ് ഉണ്ടാകുന്നത്. ആ ഇടപെടലിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം. കഴിഞ്ഞ ദിവസം പമ്പയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പോലും ഒരു ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെയും വിളിച്ചിട്ടില്ല. അവിടെയാണ് ഈ സംഘാടകരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. പണം തട്ടിയെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമാണോ ഈ സംഘാടകർക്ക് പിന്നിലുള്ളത്, സർക്കാർ സംവിധാനങ്ങൾക്ക് പിന്നിലുള്ളത്, പിണറായി സർക്കാരിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ചോദ്യം പ്രസക്തമാകണം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ പോകാൻ സാധിക്കുമോ ശ്രീ എം ജയചന്ദ്രൻ? സുരക്ഷ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ ആദ്യഘട്ടത്തിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണല്ലോ മറുപടി പറഞ്ഞത്. ആചാര ലംഘനം ആയിട്ട് തന്നെയാണ് ഞാനും ആ പോലീസുകാരന്റെ അവിടുത്തെ പാദരക്ഷ ധരിച്ചുകൊണ്ടുള്ള ഇടപെടലിനെ കണ്ടതും പറഞ്ഞതും പ്രതികരിച്ചതും. ഇപ്പോഴും ആ നിലപാടിൽ മാറ്റമില്ല, നാളെ ഒരു കാലത്തും മാറ്റം ഉണ്ടാവുകയുമില്ല. പക്ഷെ ഞാൻ കൂട്ടത്തിൽ അതിനുശേഷം ഞാൻ ചില ആചാര ലംഘനങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങിയിരുന്നു. അതെവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററും അഡ്വക്കേറ്റ് അനിൽ വിളയിലും ഒന്നിനും ഞാൻ പറഞ്ഞു തുടങ്ങിയ ആചാര ലംഘനങ്ങൾ നമുക്കതിലേക്ക് വരാം. ജയചന്ദ്രൻ മാസ്റ്റർ ശ്രീ അനിൽ വിളയിൽ കൃത്യമായ ഉത്തരം അതിന് നൽകും. പറയാം, തുടരാം. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഞാൻ പറഞ്ഞത് ആചാര ലംഘനം എന്ന് താങ്കൾ ചോദിച്ച കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞാൽ ഉറച്ചു നിൽക്കും, മാറുകയില്ല. പിന്നെ താങ്കൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ഈ പുതിയ പരിപാടിയാണല്ലോ, മറ്റേ ലോക അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞില്ല എന്നുള്ള പരാതി പറഞ്ഞു. അത് അതിന്റെ അകത്ത് ഹാൻഡ് ഔട്ടിൽ പറയുന്നുണ്ട്, വായിക്കുമ്പോൾ അത് നമുക്ക് അറിയുകയും ചെയ്യാം എന്താണെന്നുള്ള. അയ്യപ്പ ഭക്ത സംഗമം എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ ഹെഡിങ്ങിൽ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് ഞാനും ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് അത് മാറ്റാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറ്റട്ടെ, അത് അവരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന്, ഇത് സംസ്ഥാന സർക്കാരിന്റെയോ ദേവസ്വം വകുപ്പിന്റെയോ പരിപാടിയല്ല ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയാണ് ലോക അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ളത്. അതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം വകുപ്പിന്റെ പരിപാടിയേ അല്ല. ഇത് ഈ ഇന്നലത്തെ സ്വാഗത സംഘം എന്ന് പറയുന്ന പ്രാഥമികമായ ലോക്കൽ സ്വാഗത സംഘമാണത്. അത് ഇതിന്റെ എന്താണ് പറയുന്നത്, ഇതിന്റെ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ് വാസ്തവത്തിൽ സർക്കാരിന്റെ റോൾ എന്ന് പറയുന്നത്. പശ്ചാത്തല സഹായം, അങ്ങനെ പശ്ചാത്തല സഹായി ആവുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് സർക്കാർ അല്ല ശ്രീ എം ജയചന്ദ്രൻ, സ്വാഭാവികമായും ഇവിടെ വരുന്ന ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് സർക്കാരിന് കീഴിലല്ലേ? ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയായാലും ദേവസ്വം ബോർഡ് അധ്യക്ഷനായാലും നിയമിക്കുന്നത് സർക്കാരിലെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? അത് മാത്രമല്ല, ഇന്നലെ ഈ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ദേവസ്വം മന്ത്രിയാണ്. അപ്പൊ ദേവസ്വം മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതാണ് സർക്കാർ തന്നെയല്ലേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അല്ല, അങ്ങനെയല്ലെന്ന് താങ്കളെപ്പോലുള്ള ഒരാൾ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഖേദമുണ്ട്. ഖേദിക്കാനല്ലേ കഴിയൂ ഒരു ചർച്ചയിൽ. അങ്ങനെയല്ല, വസ്തുത അതല്ല, യാഥാർത്ഥ്യം അതല്ല. കാരണം മുൻപ് രാജഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ദേവസ്വം അല്ല, ഇത് ചുരുക്കാൻ കാരണം ഈ VN വാസവൻ തന്നെ ഇന്നലെ ചോദ്യത്തോട് പ്രതികരിച്ചത് ഈ സ്വാഗത സംഘ രൂപീകരണം മാത്രമല്ലേ ചേർന്നത്, അതിന്റെ തുടർ നടപടികൾ ഇനിയും ഉണ്ടല്ലോ എന്നാണ്. അതായത് കൃത്യമായും സർക്കാരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അക്കാര്യം അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ ലെറ്റ് മി കംപ്ലീറ്റ്. അതായത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു രാജഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ആ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നീട് 1951 മുതൽ ദേവസ്വം വകുപ്പായി മാറുന്നത്. അപ്പോൾ 49 കവനന്റ് ഉണ്ടാവുന്നുണ്ട്, 51 ചട്ടവരിവല ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടതൊക്കെ. ഇത് ശബരിമല വാസ്തവത്തിൽ 12 രാജകുടുംബത്തിന്റെ സ്വകാര്യ ക്ഷേത്രമാണല്ലോ. അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്.
എന്നാൽ സർക്കാർ അതിന്റെ ട്രസ്റ്റിയാണ്. നേരത്തെ തിരുവിതാംകൂർ രാജകുടുംബവും ട്രസ്റ്റി ആയിരുന്നു. അതേ ട്രസ്റ്റിഷിപ്പ് പുതിയ ദേവസ്വം ബോർഡ് വന്നപ്പോഴേക്ക് പുതിയ സർക്കാർ, ജനായത്ത സർക്കാരിന്റെ കയ്യിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അതൊക്കെ നിയമപ്രകാരം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യവുമില്ല. കാരണം അത് കൈമാറി കിട്ടിയതാണല്ലോ. കൈമാറി കിട്ടിയത് അങ്ങനെ തന്നെ ഇൻടാക്ട് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതിന് മാറ്റവും ഉണ്ടാകാൻ കഴിയുകയുമില്ല. അത് മറ്റൊരു സംഗതി. ഇവിടെ ഞാനതാണ് പറഞ്ഞത്, ഫെസിലിറ്റേറ്റർ ആണ്, പശ്ചാത്തല സഹായം മാത്രമേ. ഇപ്പൊ ദേവസ്വം മന്ത്രി എന്ന് പറയുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹമാണ് പ്രിസൈഡ് ചെയ്യേണ്ടത്. അദ്ദേഹം വന്നാൽ, കാര്യം ആ വകുപ്പിന്റെ മന്ത്രിയാണ്. അതുകൊണ്ട് അവരുടെ അധികാരത്തിലല്ല ഈ പരിപാടി നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അതൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഓട്ടോണമസ് ബോഡിയാണത്. ആ ഓട്ടോണമസ് ബോഡിക്ക് മേൽ സർക്കാരിന് സഹായം ചെയ്യാമെന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് നിയമപ്രകാരം എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. പിന്നെ ഈ താങ്കൾ ചോദിച്ച പിന്നെ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ മുന്നണിയാണല്ലോ ഭരിക്കുക, ഏത് മുന്നണിയാണെങ്കിലും. ആ മുന്നണിയുടെ ഭാഗമായിട്ട് വരുന്ന നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡുകളുടെ ഭരണാധികാരം രൂപീകരിക്കുന്നത്. ഹിന്ദു MLA-മാരാണ് സെലക്ട് ചെയ്യേണ്ടത്, എലക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നിയമപ്രകാരമുള്ള, നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളുടെ ഭാഗമാണ്. അതൊക്കെ അങ്ങനെ നടക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് മാത്രം ദേവസ്വം ബോർഡ് ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല, പരമാധികാരമില്ല. അധികാരമുണ്ട്, പക്ഷെ പരമാധികാരമില്ല. നടത്തേണ്ടത് ഇവരുമാണ്. അപ്പൊ ഇവരുടെ ഭാഗത്ത് പ്രാഥമികമായി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിരിക്കുന്നു. ഈ സ്വാഗത സംഘത്തെ ഇനി വിപുലീകരിക്കുമെന്നാണ് ഞാൻ ഇന്ന് രാവിലെ അന്വേഷിച്ചപ്പോഴും മനസ്സിലായ അതാണ്. ഇത് പ്രാദേശികമായിട്ടാണ് ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ചേർന്നിട്ടുള്ള ഒരു സ്വാഗത സംഘ രൂപീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ വിപുലീകരണം ഇപ്പം പിന്നെ നമ്മുടെ ശബരിമലയുടെ തന്നെ ചരിത്രം എടുത്തു നോക്കൂ. 1973 പിന്നെ രാജപ്രമുഖനാണല്ലോ ഒരു 400 പവന്റെ കിരീടം കൊടുക്കുന്നത്. അതുമുതലാണ് ശബരിമലയ്ക്ക് വേറൊരു സ്പിയറിലേക്ക് പിന്നെ എലവേറ്റ് ചെയ്യപ്പെടുന്നത്. ശബരിമല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളുടെ ഒഴുക്കുണ്ടാകുന്നതൊക്കെ ആ തിരുവാഭരണം വന്നതിന് ശേഷമാണെന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അതങ്ങനെ തന്നെ വരണം. കാരണം പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും അത്തരത്തിലാണ്. ഇപ്പൊ ജയദ്രമാസം തന്നെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഒരു പ്രാധാന്യം ഉണ്ടാവുന്ന 73 ശബരിമലയിൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ അതിന് വേറൊരു രൂപത്തിലേക്ക് വരുന്ന പിൽഗ്രിം ടൂറിസം എന്നുള്ളതാണ്. തീർത്ഥാടക യാത്രയുണ്ടല്ലോ, അത് നിരവധി. ഇപ്പൊ ശബരിമലയിലേക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് വിവിധ ക്ഷേത്രങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കും അയോധ്യയിലേക്കും ഒക്കെ പിൽഗ്രിം ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടല്ലോ. അത് വേറെ മറ്റൊരു സംഗതി. ഇതൊക്കെ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് ആ തരത്തിലുള്ള. ഏതായാലും അത് മാത്രമായി ശബരിമലയെ സർക്കാർ കാണുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയും കൃത്യമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്.